ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ലൈല ലുലു. അപ്പോൾ ഇതാ സാമ്പാർ ഉണ്ടാക്കുന്ന പണിയിലാണ് കേട്ടോ. ഇന്ന് ഒരു ഭാഗത്ത് സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ കുക്കറിൽ അരിപ്പും കുറച്ച് കഷ്ണങ്ങളും വേവായിട്ടുണ്ട് കേട്ടോ. വേവ് അധികമുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കുക്കറിലിട്ട് വേവിച്ചിട്ടു. പരിപ്പുണ്ട്, കിഴങ്ങുണ്ട്, പിന്നെ പച്ചക്കായ ഉണ്ട്, ഇതിൻ്റെ അകത്ത് ക്യാരറ്റ് ഉണ്ട്. സാമ്പാറിൻ്റെ കിറ്റ് ഞാൻ എൻ്റെ ഷോപ്പിൻ്റെ താഴെയുള്ള ഫ്രഷ് ഡേന്ന് വാങ്ങിയത്. അപ്പോൾ അവിടെ നിന്ന് ഒരു സാമ്പാർ കിറ്റ് വാങ്ങി അങ്ങനെ സാമ്പാർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അത് നമ്മളെ തേങ്ങ വഴറ്റിട്ടോ ഇതിലേക്ക് അരച്ച് ചേർക്കാൻ വേണ്ടിയിട്ട്. ഇത് നല്ലപോലെ ഒരു മെറൂണ് എന്താ പറയുക, നല്ല മുരിഞ്ഞ കളറാകുമ്പോൾ ഇത് കായാട്ടോ. കായ ഞാൻ ഇവിടെ ഇല്ലാന്ന് വിചാരിച്ചിട്ട് ഇന്നാൾ ഞാൻ ഉണ്ടാക്കിയപ്പം കായ ഞാൻ ബാക്കി ഇവിടെ എടുത്ത് വെച്ചിരുന്നു, ഒരുപാട് വേണ്ടാത്തതുകൊണ്ട്. ആ കായം ഇല്ലാന്ന് വിചാരിച്ച് ഞാൻ വീണ്ടും വാങ്ങാൻ പോയിരുന്നു. പക്ഷേ ഗൈസ്, ഞാനത് വാങ്ങാതെ തിരിച്ചു പോന്നു. ഇവിടെ ഉണ്ടെങ്കിൽ എടുക്കാം, ഇല്ലെങ്കിൽ നാളെ കായം തേങ്ങ ഒക്കെ അരച്ച് നാളെ ചേർക്കാൻ കേട്ടോ വിചാരിച്ചിരുന്നെ. അപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഇവിടെ തന്നെ ഉണ്ട്. അപ്പം ഞാൻ പരിപാടി വേഗം ഇന്ന് തന്നെ തീർക്കാൻ വിചാരിച്ചു. അപ്പം ഇത് ചട്ടിയിൽ വെറുതെ വേവായാൽ മതി കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഇത് സെപ്പറേറ്റ് വേവിച്ച് പെട്ടെന്ന് വേവുന്നതൊക്കെ വെണ്ട, മുരിങ്ങക്ക, അതിൻ്റെ അകത്ത് വേറെ എന്താ വെള്ളരി, കുമ്പളത്തിൻ്റെ പീസ്, തക്കാളി, പിന്നെ ഒരു കുടംപുളി ആക്കോട്ട്. ഞാൻ മറ്റേ വാളംപുളിയല്ല കേട്ടോ സാമ്പാറിനെടുക്കുക, കുടംപുളിയാണ് കേട്ടോ എടുക്കുക. വേണ്ട അങ്ങനെ ഉണ്ടാക്കുന്നവരുണ്ട് കേട്ടോ, ഞാൻ ഇതെടുക്കുക. ഇത് ഓൾറെഡി ആയി. ഇനി അത് വേവായിട്ട് ഇതിലേക്കാക്കും. എന്നിട്ട് സാമ്പാറിൻ്റെ പൊടി ഇട്ടിട്ട് വീണ്ടും വേവിക്കും. സാമ്പാറിൻ്റെ പൊടി ഇവിടെയെന്ന് വെച്ചാൽ ഇവിടെ എടുത്ത് വെച്ച് മൊത്തം ഒന്ന് ഇവിടെ പരിപാടി ആയതുകൊണ്ട് കിട്ടി. ഇതാണ് സാമ്പാർ പൊടി. സാമ്പാർ പൊടി കുറേ ഉണ്ട് കേട്ടോ, നാളത്തേക്കാളും കുറേ ബാക്കി വെച്ചതുകൊണ്ട് കുറേ ഉണ്ട്. ഇതാ സാമ്പാർ ഉണ്ടാക്കാൻ തേങ്ങ നല്ലപോലെ ശരിയാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഒരുപാട് വെളിച്ചെണ്ണ ഞാൻ ഇതിൽ ഉപയോഗിക്കില്ല കേട്ടോ. ഓൾറെഡി തേങ്ങ നല്ലോണം മൂത്ത് ആയി വരുമ്പോൾ ചൂടാറിയിട്ട് അരച്ച് ഇതിലേക്ക് ഒഴിക്കേണ്ടതേ ഉള്ളൂ. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. എനിക്ക് സാമ്പാർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കിഷ്ടമില്ലാത്തതായിട്ട് ഒന്നുമില്ല ഗൈസ്. എല്ലാ സാധനം, എന്നെ കടിക്കാത്ത എല്ലാ സാധനവും ഞാൻ കഴിക്കും. എന്നാലും സാമ്പാറൊന്നും എനിക്ക് ആദ്യം ഉണ്ടാക്കാൻ അറിയില്ല കേട്ടോ. പിന്നെ യൂട്യൂബൊക്കെ വന്നതിൻ്റെ ശേഷം കേട്ടോ സാമ്പാറൊക്കെ ഉണ്ടാക്കാൻ പഠിച്ച്. ഒരു സാമ്പാറും ചോറും കഴിക്കാൻ വേണ്ടിയിട്ട് കൊതിച്ച് നിൽക്കാറുണ്ട് കേട്ടോ. കാരണം ഏതെങ്കിലും ഒരു വർഷം ഓണമാവട്ടെ വിഷു ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിൽക്കും. അപ്പോൾ സാമ്പാറും ചോറ് കഴിക്കാമല്ലോ, ആ ആഗ്രഹം വെച്ചിട്ട് കേട്ടോ. അങ്ങനെ അടുത്തുള്ളവരെ വീട്ടിൽ നിന്ന് ഓണത്തിന് വിഷുവിനൊക്കെ സാമ്പാറും ചോറും എത്തിച്ച് തരും, അല്ലെങ്കിൽ നമ്മൾ അവിടെ പോയിട്ട് കഴിക്കും. അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞത് കേട്ടോ. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ എനിക്കിങ്ങനെ ആഗ്രഹം ഒന്ന് പഠിച്ചെടുക്കാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും ഇങ്ങനെ ആലോചിച്ച് നിന്നു. പിന്നെയാണ് ഒരു ദിവസം നമ്മളെ കൊറോണൻ്റെ ഒക്കെ ടൈമിൽ യൂട്യൂബിൽ വെറുതെ നോക്കിയപ്പം അതിൻ്റെ അകത്ത് നമുക്ക് എന്താണോ ഉണ്ടാക്കേണ്ടത് മുഴുവനും കിടക്കുന്നുണ്ട്. അപ്പം ഞാൻ സാമ്പാർ അടിച്ച് നോക്കി, സാമ്പാറിൻ്റെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ അത് കിട്ടി. അതിൻ്റെ റെസിപ്പി ഏതാണെന്ന് ഓർമ്മയില്ല കേട്ടോ, കുറേ മുമ്പ് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇത് റെഡി ആയിരുന്നു. അപ്പോൾ ഇത് ഞാൻ ഓഫാക്കി ഏകദേശം വന്നപ്പോഴാണ് കേട്ടോ. ഇനി ഇത് അധികം വേവിച്ചാൽ ഇത് ഉടയും. അതിൻ്റെ തീ ഓഫാക്കി. ഇനി നമുക്ക് തേങ്ങ മൂപ്പിച്ചെടുക്കാനേ ഉള്ളൂ. ഇത് ചൂടറിയാൽ മിക്സിയിലിട്ട് അരയ്ക്കുകയും ചെയ്യാം. എന്നിട്ട് സാമ്പാർ പൊടിയും ഇട്ടിട്ട് അതിലേക്ക് അരച്ച് ചേർക്കാം.
ഇപ്പം നമ്മളെ പ്ലക്കർ എന്ത് ചെയ്യും? പ്ലക്കർ അവിടെ ഹോളിലാന്ന് തോന്നുന്നുണ്ട്. ഇവിടെ ഇല്ലേ? പിന്നെ അവിടെ പോയി എവിടെയോ കൊണ്ട് വെച്ചിട്ട് മറന്നിട്ട് സാധനം കാണുന്നില്ല. എവിടെയാണ്? ഇതവിടെ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. കിട്ടി. അപ്പം അതാ ഇതിനെ ഇങ്ങോട്ട് വെച്ചിട്ട് വീണ്ടും ഓ മൈ ഗോഡ് ഇതിൻ്റെ കിടക്കം വരുന്നു. ഇങ്ങോട്ടേക്ക് വെച്ചിട്ട് ഇവിടെ ശ്രദ്ധിക്കണം, അവിടെ ശ്രദ്ധിക്കണം, എന്തൊക്കെ ശ്രദ്ധിക്കണം ഞാൻ ഒരു സാമ്പാർ വെക്കുമ്പോൾ. ഇപ്പോൾ തേങ്ങൻ്റെ അകത്ത് എന്തൊക്കെ ഇട്ടാൽ ഞാൻ പറഞ്ഞുതരാം. അപ്പം ഇതിനെ ഇവിടെ വെച്ചിട്ട് പിന്നെ നമ്മൾ വേവിച്ച പീസുകളില്ലേ അത് അതിലേക്ക് തട്ടി കൊടുക്കുക. വാ, അപ്പം തന്നെ അത് സാമ്പാർ രൂപമായിട്ടോ. ഇനി നമുക്ക് തേങ്ങ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. തേങ്ങ ഏകദേശമൊക്കെ മരിഞ്ഞ് വരുന്നുണ്ട്. ഇത് ഞാൻ സാമ്പാർ കഴിച്ച് ആനന്ദത്തിലാകും. ഏറ്റവും ഇഷ്ടമുള്ള സാധനവും എനിക്ക് ഏറ്റവും എളുപ്പപ്പണിയല്ല, കുറച്ച് ദിവസം കൂട്ടാൻ വേറെ ഒന്നും കറി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. സാമ്പാർ ചൂടാക്കും തോറും ബീഫ് ചൂടാക്കുന്ന പോലെ തന്നെ ടേസ്റ്റ് കൂടും. അതുകൊണ്ട് തന്നെ സാമ്പാറാണ് എനിക്കിഷ്ടം. അപ്പോൾ ഈ തേങ്ങൻ്റെ അകത്ത് ഞാൻ എന്തൊക്കെയാണ് ഇട്ടതെന്ന് വെച്ചാൽ, ഒരു തേങ്ങേൻ്റെ 3/4 ഭാഗം ഇട്ടു, ചിരവിയിട്ടു. പിന്നെ കുറച്ച് ചുമന്നുള്ളി 2, 4, 6, 8 ഒരു 9 എണ്ണം അതിട്ട്. പിന്നെ പെരിഞ്ജീരകം കുറച്ചിട്ട്. പിന്നെ നമ്മളെ കായം കുറച്ച്. കായം ഇനിയും ബാക്കിയുണ്ട് കേട്ടോ, ഒരു സാമ്പാറും കൂടെ ഉണ്ടാക്കാനുള്ളത് അവിടെ ഉണ്ട്. ഇതെല്ലാം കൂടെ മിക്സ് ആക്കിയിട്ട് ഇങ്ങനെ ഇളക്കി ആദ്യം വൈറ്റ് കളറായിരുന്നല്ലോ, അപ്പോൾ അതങ്ങനെ ഈ മുരിഞ്ഞ കളറായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത് നല്ലപോലെ ചുമന്നിട്ട് തീ ഓഫ് ചെയ്യും. എന്നിട്ട് ചൂടാറിയിട്ട് നമ്മൾ ഇതിലേക്ക് ഒഴിക്കും കേട്ടോ. ഞാൻ കുറച്ച് സാമ്പാർ പൊടി നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ട് കറിയിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് പിടിപ്പിക്കട്ടെ കേട്ടോ. അതൊരു ഞാനതുകൊണ്ട് പ്രത്യേക അളവൊന്നും എടുത്തില്ല കേട്ടോ. ഞാൻ ഷോപ്പിൽ തിരക്കിട്ട് എക്സാമും ഷോപ്പ് പോക്കും എല്ലാം കൂടെ ആകുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നറിയോ, ഇപ്പോൾ ഫ്രിഡ്ജ് കംപ്ലൈൻ്റ് ആയിട്ടാണ്. ഫ്രിഡ്ജ് നല്ലപോലെ ആയ സമയത്തൊക്കെ ഇതേപോലെ സാമ്പാർ ഒരു ദിവസം ഉണ്ടാക്കിയിട്ട് കുറച്ച് അന്ന് എടുത്തിട്ട് ബാക്കിയൊക്കെ ഫ്രിഡ്ജ് കയറ്റും. പിന്നെ അത് കഴിഞ്ഞിട്ട് മീൻ കറി പിറ്റേ ദിവസം ഉണ്ടാക്കും, അതും ഫ്രിഡ്ജ് കയറ്റും. എന്നിട്ട് ഇത് രണ്ടും മാറി അങ്ങനെ ചൂടാക്കിയിട്ട് എടുത്ത് കൊണ്ടുപോകാം കേട്ടോ ചെയ്യാം. അപ്പോൾ ഒരാഴ്ചയിൽ ഒരു 4-5 ദിവസം എനിക്കത് ഓടിക്കാനുണ്ടാവും. അപ്പോൾ ഞാൻ എന്നും ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കണ്ട. അപ്പോൾ പിന്നെ നമ്മളെ വീട്ടിൽ ഞാൻ ഇതൊക്കെ സഹിച്ചാൽ മതിയല്ലോ. വേറെ ആരുണ്ടെങ്കിൽ പിന്നെ പുതുതായിട്ട് നമുക്ക് എന്നും ഉണ്ടാക്കാം. ഇതങ്ങനെയല്ലല്ലോ. അപ്പം ഇതിൻ്റെ നമ്മൾ ഓഫ് ചെയ്യാം, കുക്കർ നമ്മൾ ഓഫ് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഇനി നമ്മളെ കോൺസെൻട്രേഷനൊക്കെ തേങ്ങയിലോട്ട് ഇതിനൊരു പരിവാക്കി എടുത്തിട്ട് ചൂടാറിയിട്ട് അതിൻ്റെ അകത്തേക്ക് അരച്ച് ചേർക്കും. ഇതിൽ കുറച്ചും കൂടെ സാമ്പാർ പൊടിയും കൂടെ ഇട്ടിട്ട് വറുക്കാം. 1 സ്പൂൺ 2 സ്പൂൺ ഒരു 2.5 സ്പൂണും കൂടെ അതിട്ട് എല്ലാം കൂടെ മിക്സ് ആക്കിയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. തേങ്ങയൊക്കെ ഒരു
നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. തേങ്ങ വറുത്താൽ തന്നെ നല്ല സ്മെല്ലാണ്. അതിൻ്റെ പുറമെ ഈ സാമ്പാറും കായും എല്ലാം കൂടെ, ചെറിയ ഉള്ളി എല്ലാം കൂടെ ആകുമ്പോൾ അത്യാവശ്യം നല്ല സ്മെല്ല് വരും. അപ്പം ഞാൻ ഈ തേങ്ങ ഓഫ് ചെയ്യാണ് കേട്ടോ. എന്നിട്ട് ഇത് ചൂടാറിയിട്ട് വേണം സാമ്പാറിലോട്ട് ചേർക്കാം. സാമ്പാറിൽ എന്തൊക്കെയാണ് ഇട്ട പീസ് ഞാനൊരു കിറ്റായിട്ട് കേട്ടോ വാങ്ങിയത്. അവിടെ ഒരു 40 രൂപേൻ്റെ കിറ്റുണ്ടാവാറുണ്ട് ഫ്രഷ്. അപ്പോൾ അതിലെന്തൊക്കെ വേണമെന്നുള്ളത് നമ്മളിങ്ങനെ വേറെ സെപ്പറേറ്റ് എടുക്കുമ്പോൾ കുറേ ചിലത് കുറച്ചധികം വരും, ചില പീസുകൾ കുറച്ചധികം വരും, ചില പീസുകൾ കുറവ് വരും. അപ്പോൾ ടേസ്റ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വ്യത്യാസം വരും. അപ്പോൾ എനിക്ക് ഇവരിങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് അതിൻ്റെ ഒരു പ്രശ്നമില്ല, എല്ലാം കറക്റ്റായിരിക്കും സാമ്പാറൊക്കെ. അപ്പോൾ ഇതാ തേങ്ങയൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഷോപ്പിൽ പോയി വന്ന് 7:30-8 മണിയൊക്കെ ആകുമ്പോൾ ചെയ്യുന്ന പരിപാടിയാണ് ഇതൊക്കെ. നാളെ സാമ്പാറായിരിക്കും കൊണ്ടുപോവുക. ഇപ്പോൾ കുറച്ച് കഴിക്കാൻ ചെയ്യും ചോറിൻ്റെ കൂടെ. സാമ്പാർ കണ്ടാൽ പിന്നെ ഞാൻ അടങ്ങിയിരിക്കുന്ന പരിപാടിയില്ല, കഴിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കണം. ഞാനിത് ചൂടാറിയിട്ട് ഇത് അരച്ച് ചേർക്കട്ടെ കേട്ടോ. ഇത് സാമ്പാറായിട്ടൊക്കെ കാണിക്കട്ടോ. ശരി, കാണാം. അതാ നമ്മൾ തേങ്ങ ഇറക്കി വെച്ചില്ലേ, തീ ഓഫാക്കി ഇറക്കി വെച്ചിട്ടോ. അപ്പോൾ നമ്മളിത് ഇറക്കി വെച്ചാൽ അതങ്ങനെ ഇട്ടിട്ട് പോകരുത്. കാരണം ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. നല്ല ചൂടുള്ളതുകൊണ്ട് അടി പിടിക്കില്ല, എന്തായാലും എണ്ണമഴക്കുള്ളതുകൊണ്ട്. പക്ഷേ ഇത് കുറച്ചും കൂടെ നല്ല മൂത്ത സ്ഥിതിക്ക് ഇറക്കി വെക്കുകയാണെങ്കിൽ, നല്ല മൂപ്പായ സ്ഥിതിക്ക് ഇറക്കി വെക്കുകയാണെങ്കിൽ ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അല്ലെങ്കിൽ വീണ്ടും ഈ ചട്ടീൻ്റെ ചൂട് കൊണ്ട് ഇത് കരിഞ്ഞു പോകും, ടേസ്റ്റൊക്കെ വ്യത്യാസം വരും. അപ്പോൾ ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം ചൂടാറുന്നവരെ. എന്നിട്ട് ചൂടാറിയിട്ട് നമുക്ക് മിക്സിയിലിട്ട് അരച്ചെടുക്കാം. ഇച്ചിരി വെള്ളം ചേർത്തിട്ടോ ഞാൻ അരയ്ക്കുക. ഗൈസ്, ഞാൻ തേങ്ങ അരയ്ക്കുകയാണ് കേട്ടോ സാമ്പാറിൻ്റെ. അതിൽ വെള്ളം കുറേ കണ്ട് ഞാനെൻ്റെ ഇഷ്ടത്തിനാക്കിയതാണ് കേട്ടോ. ആരും അങ്ങനെ വെള്ളമൊന്നും ചേർക്കാറുണ്ടാവില്ല. പക്ഷേ ഞാൻ മിക്സിയിലായതുകൊണ്ട് വെള്ളം ചേർത്തിട്ട് അരയ്ക്കുകയാണ് കേട്ടോ. നമ്മൾ ഈ അമ്മിക്കല്ലിലൊക്കെ അരയ്ക്കുകയാണെങ്കിൽ, ഞങ്ങൾ പണ്ടൊക്കെ അങ്ങനെയാണ് കേട്ടോ ചെയ്തുകൊണ്ടിരുന്നത്. അമ്മിക്കല്ലിലൊക്കെ അരയ്ക്കുകയാണെങ്കിൽ നമുക്ക് എന്തൊക്കെ കുറച്ച് വെളിച്ചെണ്ണ അധികം ചേർത്തിട്ടാണല്ലോ നമ്മൾ തേങ്ങ വഴറ്റുന്നത് തന്നെ. അപ്പോൾ അതിൻ്റെ ആ എണ്ണ മാത്രം മതി അത് അരച്ചെടുക്കാൻ. ഇതിപ്പോൾ മിക്സി ആയതുകൊണ്ട് ഞാൻ വെള്ളം ചേർക്കാം കേട്ടോ. പിന്നെ നന്നായിട്ട് അരിയാൻ വേണ്ടിയിട്ടാണ് കുറച്ചധികം വെള്ളം എടുത്ത്. വെള്ളം ചേർക്കുന്നവർ ചേർത്താൽ മതി, അല്ലാത്ത പോലെ അരിച്ചിട്ടും ഉണ്ടാക്കാം കേട്ടോ. ഞാനിങ്ങനെയാണ് ചെയ്യണത്. ഇപ്പോൾ തേങ്ങ അരച്ച് കഴിഞ്ഞിട്ടോ ഇതേപോലെ അരഞ്ഞ് കിട്ടണം. വെള്ളമൊന്നും നേരത്തെ വെള്ളം ചേർത്തിട്ട് അരയാണ്ടിരിക്കുകയോ അങ്ങനെ ഒന്നും ആയിട്ടില്ല കേട്ടോ. നല്ലപോലെ അരിഞ്ഞിട്ടുണ്ട്. ഇത്രയും വെള്ളം എന്തായാലും വേണം താനും. അത് ഞാൻ സാമ്പാറിൽ ഇച്ചിരി വെള്ളമേ ഉള്ളൂ. അപ്പോൾ കുറച്ചൊന്ന് ലൂസായി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഞാനിത് അതിലേക്ക് ഒഴിക്കാം, എന്നിട്ട് ബാക്കി പറയാം. അപ്പോൾ ഇതാ നമ്മൾ സാമ്പാറിലേക്ക് തേങ്ങയൊക്കെ അരച്ച് ചേർത്തിട്ടോ. ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസി, ഇങ്ങനെ മെഷർമെൻ്റൊക്കെ കട്ടോ. ടേസ്റ്റൊക്കെ ഞാൻ നോക്കി, ടേസ്റ്റാണ്. സാമ്പാർ ഒരു കുക്കർ ഫുള്ള് സാമ്പാറുണ്ട്. നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് നമ്മൾ കടുക് ഇവിടെ തീ കുറച്ച് വെക്കട്ടെ. ഒരു കൈയുണ്ട്, ഞാനുണ്ട്. ഇതിലൊരു കാര്യം മാത്രം മിസ്സിങ് കേട്ടോ.
കടുക് ഇട്ട് കൊടുക്കുക വെളിച്ചെണ്ണയിലോട്ട്. എന്നിട്ട് ഇതിവിടെ ഉണ്ടായ കറിവേപ്പില കേട്ടോ, അത് പൊട്ടിച്ചെടുത്തപ്പോൾ രാത്രി പോയിട്ട് വേറെ വഴിയില്ല, വാങ്ങിയില്ല. ചുമന്ന മുളകും കൂടെ അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കണം. പിന്നെ മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ അതും സാമ്പാറിലിടുന്നത് നല്ലതാണ്. ആ 2 സാധനങ്ങൾ മിസ്സിങ് കേട്ടോ. അത് ഉണ്ടാക്കുന്നവർ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. ഞാൻ കുറച്ച് വിട്ട് നിൽക്കാൻ പോകണമെങ്കിൽ മൈ ഗോഡ്. അപ്പം അങ്ങനെ സാമ്പാർ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇനി ഞാനിത് കഴിച്ചിട്ടിപ്പോൾ സമയം 9:30 ആവാൻ പോകുന്നു. സാമ്പാർ റെഡി. അത് വായിൽ കപ്പലൊടിക്കാനുള്ള വെള്ളം റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ വേഗം ചോറ് കഴിക്കട്ടെ കേട്ടോ. സാമ്പാർ റെഡിയായ സ്ഥിതിക്ക് ആരും കൊതി വെക്കല്ലേ, ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി കഴിക്കൂ കേട്ടോ. ഞാനിതിങ്ങനെ പഠിച്ചെടുത്തതാണ്, എനിക്ക് അറിയുന്നൊന്നായിരുന്നില്ല. പിന്നെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ ഈ പറഞ്ഞ മുമ്പ് കഴിച്ച അതേ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ എനിക്ക് ഫീൽ ചെയ്ത്. അല്ലാതെ എൻ്റേത് ഞാൻ ഉണ്ടാക്കിയിട്ട് ടേസ്റ്റ് കുറവായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഇനിയിപ്പോൾ കൊടമ്പുളി ഇട്ടിട്ടാണെങ്കിലും പുളീൻ്റെ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയാണ് എൻ്റെ സാമ്പാർ ഉണ്ടാക്കുന്ന വിശേഷം. അപ്പം ഞാൻ ഇനി വേറെ ഫുഡൊന്നും ഉണ്ടാക്കാൻ എനിക്ക് ടൈം കിട്ടിയിട്ടില്ല ഇതുവരെ. അപ്പം ഞാൻ ഇന്ന് പിന്നെ മീൻ കറിയൊക്കെ വെച്ചിരുന്നു കേട്ടോ. മീൻ കറി ഓൾറെഡി ഇട്ടതാണല്ലോ. ചിക്കൻ കറിയും വെച്ചിട്ടുണ്ടായിരുന്നു. ചിക്കൻ കറി വെച്ചപ്പോൾ എനിക്ക് ടൈം കിട്ടാത്തതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തില്ല. അപ്പോൾ ഇനി എപ്പോഴും ടൈം കിട്ടുമ്പോൾ ചിക്കൻ കറി വെക്കുന്നതും കൂടെ ഞാനിടാം കേട്ടോ. അത് മീൻ കറി വെക്കുന്നത് അതേ ബേസിക്കാണ്, കുറച്ച് കാര്യങ്ങൾ ഐറ്റംസ് മാറ്റേണ്ടാവുന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ സാമ്പാർ ഇതാ റെഡിയായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും അമ്മോ ചമക്കണേ, സാമ്പാറിൻ്റെ സ്മെല്ലാണ് മൊത്തം വീട്. എന്തോ ഒരു കാര്യം ഉണ്ടാക്കി അന്ന് വീട് മൊത്തം സ്മെല്ലാണ്. അപ്പോൾ നമ്മളെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാൻ ഇങ്ങനെയാണ് സാമ്പാർ ഉണ്ടാക്കുന്നത്. പിന്നെ ഇതിലും കുറച്ചും കൂടെ വൃത്തിക്കും നല്ല സ്റ്റെപ്പായിട്ടൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഞാൻ വീണ്ടും പറയാണ്, ഫോണിന് സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ വരട്ടെ. എന്നിട്ട് ഞാൻ നല്ല ക്ലിയറായിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ വിശേഷം. വീണ്ടും കാണാം വേറൊരു വീഡിയോ ആയിട്ട്. ടാറ്റ ബൈ ഫ്രം ലുലു. ലൈല ലുലു. ലുലു മാത്രം വന്നോ? ലുലു ചിരിക്കുന്നുണ്ടാവുമോ? മോള് വീഡിയോ ഒക്കെ കാണലുണ്ട് കേട്ടോ. മോള് എന്ന് കമൻറ്റൊന്നും പറഞ്ഞില്ലെങ്കിലും കാണലുണ്ടെന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഫ്രണ്ട്സൊക്കെ അങ്ങനെ പറയുന്നുണ്ട്, എന്താ ഫുഡിൻ്റെ വീഡിയോ ഇടാത്തേ, പിന്നെ ഇപ്പം എന്താ അത് ഇടാത്തതൊക്കെ ചോദിക്കലുണ്ട്. എനിക്കെന്താണോ തോന്നുന്നത് അതൊക്കെ ഞാൻ ഇട്ടിടും കണ്ടൻറ്റ്. പിന്നെ ഇതാണ് തോന്നിയത്, അപ്പം ഇന്ന് കിട്ടും. അപ്പം ഇനി സാമ്പാറിൻ്റെ ടേസ്റ്റ് ഇപ്പോൾ പുതിയ ടേസ്റ്റ് ഉണ്ടാവും. ഇനി നാളെ രാവിലെ ഒന്നും കൂടെ ചൂടാക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. എനിക്കങ്ങനെ ഫീൽ ചെയ്യലുണ്ട്. പിന്നെ എല്ലാവരും ഇത് അധികവും മറ്റേ ഓണമൊക്കെ ഉള്ള ആളുകളാണ് ഉണ്ടാക്കാറ്. ഓണം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉണ്ട്, എന്നാലും ഹിന്ദുസ് ആളുകളാണല്ലോ അധികം ഉണ്ടാക്കാറ്. അപ്പോൾ അവർ പറയുന്നത് കേട്ടിട്ടുണ്ട്, ചൂടാക്കുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുന്നു. അപ്പോൾ ആ വീഡിയോ വീണ്ടും വലിച്ച് നീട്ടി കൊണ്ടുപോകുന്നില്ല, വൈൻഡപ്പ് ചെയ്യട്ടെ. വീണ്ടും കാണാം വേറൊരു വീഡിയോ ആയിട്ട്. ബൈ ഫ്രം ലൈല ലുലു. ടാറ്റാ.